തിരുവനന്തപുരത്ത് കണ്ണ് ശസ്ത്രക്രിയ അവയവ കൈമാറ്റം പണിമുടക്കിൽ കുടുങ്ങി. KSRTC കൊറിയറിലെത്തിച്ച കണ്ണിന്റെ കോർണിയ കൊണ്ടുപോകുന്നതിന് ആകാതെ പരിഭ്രാന്തിയിലായി ജനറൽ ആശുപത്രി അധികൃതർ. കൊറിയർ സർവീസ് സമരാനുകൂലികൾ അടപ്പിച്ചതാണ് കാരണമായത്. ഒരു സമരത്തിന്റെ ഭാഗമായി ചിലർ ചെയ്യുന്ന പ്രവർത്തികൾ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ ബാധിക്കുന്നുവെന്ന് ചെയ്യുന്നവർ ചിന്തിക്കാറില്ല. ഈ പണിമുടക്ക് ദിവസത്തെ അത്തരമൊരു സംഭവമാണ് പ്രേക്ഷകർ ഇനി കാണുന്നത്. പണിമുടക്കിനിടയിൽ രാവിലെ 8 മണിയോടെ തമ്പാനൂരിലെ KSRTC കൊറിയർ സർവീസിലെത്തിയതാണ് ജനറൽ ആശുപത്രി അധികൃതർ. ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ നാദിയയും സംഘവും എത്തിയത് വലിയൊരു ദൗത്യത്തിനു മുന്നോടിയായിട്ടാണ്. ശനിയാഴ്ച തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ്. അതിനായി KSRTC കൊറിയറിൽ അങ്കമാലിയിൽ നിന്നെത്തിച്ച കണ്ണിന്റെ കോർണിയ കൈപ്പറ്റാനാണ് ഇവരെത്തിയത്. പക്ഷേ കൊറിയർ സർവീസ് സമരാനുകൂലികൾ രാവിലെ തന്നെ അടപ്പിച്ചിരുന്നു. അങ്കമാലിയിൽ നിന്ന് സുരക്ഷിതമായി എത്തിച്ച ആ പെട്ടി അവയവമാണെന്നറിയാതെ അവിടെയിരുന്നു. നാദിയയും സംഘവും പരിഭ്രാന്തിയിലായി. KSRTCയിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും പോലീസും എത്തി. കൊറിയർ സർവീസ് പൂട്ടിപ്പോയ ജീവനക്കാരെ തിരിച്ചു വിളിച്ചു. ആ കോർണിയ സൂക്ഷിച്ചിരുന്ന പെട്ടി കണ്ടെത്തി. നമുക്ക് ലിറ്റിൽ ഫ്ലവറിൽ തന്നെയാണ് ഇവിടെ വന്നത്. KSRTC ലോജിസ്റ്റിക് വഴി വന്നു. ഞാൻ തന്നെയാണ് ആംബുലൻസ് വന്ന് റിസീവ് ചെയ്ത് പോയത്. ഇന്നലെ രാത്രി അങ്കമാലിയിൽ നിന്ന് KSRTC കൊറിയർ സർവീസ് വഴി കൊടുത്തുവിട്ടതാണ്. പക്ഷേ സമരാനുകൂലികൾ കൊറിയർ സർവീസ് അടപ്പിച്ചപ്പോൾ പാഴ്സൽ കൈമാറുന്നത് 1 മണിക്കൂർ വൈകി. കണ്ണിന്റെ മുൻവശത്തെ സുതാര്യമായ ഭാഗമാണ് കോർണിയ. നേത്രപടല അന്ധതയ്ക്ക് പ്രതിവിധി നൽകുന്നതാണ് കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ. ഭാഗ്യം കൊണ്ട് മാത്രം അവയവം സുരക്ഷിതമായി കൈമാറാനായി. ശസ്ത്രക്രിയയും വിജയകരമാകട്ടെ. അനൂപ് എം ആറിനൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.